ഈ ഫീൽഡ് എല്ലാ സ്ഥലത്തും ഉപയോഗിക്കും. അതായത് നമ്മൾ എവിടെയൊക്കെ നമുക്ക് ഒരു സ്പേസിൽ ഒരു വാല്യൂ ഉള്ള ഒരു സാധനം ഉണ്ടോ അവിടെയൊക്കെ ഫീൽഡ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. So what is field? It is a concept. It is used to understand something which has a value at any point in space. So ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ചാർജ് തമ്മിലുള്ള ഫോഴ്സുകൾ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് ഫീൽഡിലൂടെയാണ് എന്ന് നമ്മൾ സങ്കല്പിക്കാൻ പറ്റും. രണ്ടാമത് ഈ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കിയത് ചാർജാണ്. ആ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? ഒരു ചാർജ് അവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയും നമ്മൾ സങ്കല്പിക്കാൻ പറ്റും. അപ്പൊ സത്യത്തിൽ ഇലക്ട്രിക് ഫീൽഡ് ഫിസിക്കലി അവിടെ ഒന്നും ഇല്ല, ബട്ട് ഇറ്റ് ഈസ് എ കൺസെപ്റ്റ് ദാറ്റ് charge creates an electric field, and when you keep another charge in the electric field, that charge will experience a force. അപ്പോൾ ഒരു ചാർജ് എടുത്തു കഴിഞ്ഞാൽ ആ ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. രണ്ട്, ഈ ഇലക്ട്രിക് ഫീൽഡിനകത്ത് നമ്മൾ വരയ്ക്കുന്ന ലൈനുകളെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഹാവിങ് an arrow. The arrow is towards the charge if it is a negative charge. If it is a positive charge, the arrow is outward. Okay. ഇതേപോലെ എന്ന് വെച്ചാൽ ഇപ്പൊ ഭൂമിയുടെ ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് as gravitational field lines, because if you keep another mass in the space, it experiences a gravitational force. So the gravitational field exerts a force on the moon. That is why we say that there is a field line surrounding any mass. So that is what the concept of field lines. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. The gravitational force is much smaller than the electric force. Now, if I know the electric field due to a source charge, ഒരു സോഴ്സ് ചാർജ് കൊണ്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് അറിയാമെങ്കിൽ ആ പോയിന്റിലെ ഇ ആണ് ഇലക്ട്രിക് ഫീൽഡ് എങ്കിൽ നമ്മൾ ആ പോയിന്റിൽ വേറൊരു ചാർജ് ക്യൂ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും? QE ആയിരിക്കും. So if I know the electric field at a point, then the total force acting if we keep a charge at that point is QE. So we can find the force acting on the point if I know the electric field. Okay. Now the electric field is used to accelerate electrons. For example, in many devices, in accelerators, ഇലക്ട്രിക് ഫീൽഡ് ഹൈ സ്പീഡ് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇയുടെ വാല്യൂ കൂട്ടുന്നതിനനുസരിച്ച് ഫോഴ്സ് കൂടും, ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് ആക്സലറേഷൻ ആവും. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ when you give a force to a body, that will produce acceleration. സോ ഇലക്ട്രോണിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഹൈ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, അത് ആക്സലറേറ്റ് ചെയ്യും. ആക്സലറേറ്റ് ചെയ്താൽ അത് ഫാസ്റ്റിൽ മൂവ് ചെയ്യും. ദാറ്റ് ഈസ് വാട്ട് വി യൂസ്. അപ്പൊ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ കൺട്രോൾഡ് മോഷൻ ഓഫ് ഇലക്ട്രോൺസ് ക്യാൻ പ്രൊഡ്യൂസ്. ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ ഡിസ്പ്ലേ, ലാപ്ടോപ്പ് ഡിസ്പ്ലേ, TV, മൊബൈൽ ഫോൺസ്, അതുപോലെ വാട്ട് എവർ വി ആർ സീയിങ് ദ ഡിസ്പ്ലേസ്, as well as in whenever we want to accelerate electrons, like in X-ray machine, accelerator machine, ഇവിടെ എല്ലാം electrons ആണ് വർക്ക് ചെയ്യുന്നത്. See, whenever you want to accelerate electrons in any devices, you have to just apply an electric field to the electron. You can adjust the electric field to adjust the speed of the electron. Electronന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ എന്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി? ഇലക്ട്രിക് ഫീൽഡ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ആ ഇലക്ട്രിക് ഫീൽഡ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വാട്ട് എവർ സ്പീഡിൽ നിങ്ങൾക്ക് ഇലക്ട്രോൺ പോകണമെങ്കിൽ നമ്മൾ തീരുമാനിക്കാൻ പറ്റും. ദാറ്റ് വിൽ പ്രൊഡ്യൂസ് ഫ്ലൂറസെൻസ്. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ഇപ്പൊ TV സ്ക്രീനിൽ എങ്ങനെ സംഭവിക്കും എന്ന് വെച്ചാൽ ദാറ്റ് ഒരു പർട്ടിക്കുലർ സ്പീഡിൽ ഇലക്ട്രോൺ വന്ന് ഫ്ലൂറസെൻസ് സ്ക്രീനിൽ വന്നാൽ ദാറ്റ് വിൽ പ്രൊഡ്യൂസ് കളേഴ്സ്. ആ കളേഴ്സ് ആണ് നമുക്ക് ഇമേജ് ആയിട്ട് കാണപ്പെടുന്നത്. ദിസ് ഇസ് വാട്ട് ആക്സലറേറ്റിംഗ് ഇലക്ട്രോൺസ്. നൗ ഇലക്ട്രിക് ഷീൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷീൽഡിംഗ് എഫക്ട് എന്ന് പറഞ്ഞാൽ വി ഹാവ് എ കണ്ടക്ടിങ് ഷെൽ. ദാറ്റ് മീൻസ് ഒരു മെറ്റൽ കാറിനുള്ളിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ വി വിൽ നോട്ട് എക്സ്പീരിയൻസ് എനി ഇലക്ട്രിക് ഫീൽഡ്, ബിക്കോസ് ദ കണ്ടക്ടിങ് ഷെൽ വിൽ ആക്ട് ലൈക്ക് എ ഷീൽഡ്, ഇലക്ട്രിക് ഷീൽഡ്. ഇലക്ട്രിക് ഷീൽഡ് എന്ന് വെച്ചാൽ
അകത്ത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല, പുറത്തുള്ള ഇലക്ട്രിക് ഫീൽഡിന് അകത്ത് കയറാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഇലക്ട്രിക് ഷീൽഡിംഗ് എന്ന് പറയുന്നത്. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ലൈറ്റ്നിങ് സമയത്ത് കാറിനുള്ളിൽ ഇരിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും സിഗ്നൽ കൊണ്ടുപോകണമെങ്കിൽ അതിനുള്ളിൽ ആ വയറിനുള്ളിൽ ഒരു കണ്ടക്ടിങ് കവർ കൊടുത്തു കഴിഞ്ഞാൽ ആ വയറിനുള്ളിൽ ഒരു സിഗ്നൽ വേറെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യാത്തതുകൊണ്ട് സിഗ്നൽ കറക്റ്റ് ആയിട്ട് തന്നെ, കാരണം ഇലക്ട്രിക് സിഗ്നൽ ഒക്കെ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് വഴിയാണ്. അതാണ് ഇലക്ട്രിക് ഷീൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് വി സ്റ്റഡീഡ് ഇൻ ദിസ്. ഇനി അതിനുശേഷം നമ്മൾ എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോസസ് ലോ പറഞ്ഞു. കേൾക്കുന്നുണ്ടോ ഓൾ ഓഫ് യു? യെസ് സർ. ഓക്കെ, താങ്ക് യു. സോ ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ് ഡിഫൈൻ ചെയ്തു. ഇലക്ട്രിക് ഫ്ലക്സ് അല്ലെങ്കിൽ ഫ്ലക്സ് തന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി ഹാവ്, ഉദാഹരണം പറഞ്ഞാൽ ഒരു നദിയിൽ വെള്ളം ഒഴുകുന്നു. ഒരു സെക്കൻഡിൽ എത്ര വെള്ളം ഒരു ഏരിയയിലൂടെ, ഒരു ക്രോസ് സെക്ഷനിലൂടെ കടന്നുപോയി, അതിനെ ഫ്ലക്സ് എന്ന് നമ്മൾ വിളിക്കാം. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നദിയിൽ എത്ര വെള്ളം എത്ര സ്പീഡിൽ, രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, നമുക്ക് ഈ നദിയുടെ ഫ്ലക്സ് നമുക്ക് മനസ്സിലാക്കാം. ദാറ്റ് മീൻസ് ഫ്ലക്സ് വിൽ ഗിവ് യു ആൻ ഐഡിയ ഓഫ് ഹൗ മച്ച് എമൗണ്ട് ഓഫ് വാട്ടർ ഇസ് ഫ്ലോയിങ് ഇൻ 1 second ത്രൂ എ ഗിവൺ ഏരിയ. സോ സിമിലർലി സൺലൈറ്റ് വരുന്നു. സൺലൈറ്റ് ഒരു ഏരിയ, ഒരു നമ്മൾ ഇത് ചെയ്യുന്ന ഒരു സ്ക്വയർ എടുത്തിട്ട് സൺലൈറ്റ് മുകളിലേക്ക് ഒരു സ്ക്വയർ ഷീറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ സ്ക്വയർ ഷീറ്റിലൂടെ എത്ര സൺലൈറ്റ് സ്ക്വയർ ഷീറ്റിൽ തട്ടുന്നു. അതിന് നമുക്ക് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഈ സ്ക്വയർ ഷീറ്റിനെ നമ്മൾ ഹൊറിസോണ്ടലി വെച്ച് കഴിഞ്ഞാൽ മാക്സിമം സൺലൈറ്റ് തട്ടും, കുറച്ച് ചരിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സൺലൈറ്റ് മിസ്സാവും. അങ്ങനെ ആംഗിളിൽ ഡിപ്പെൻഡ് ചെയ്യും. ദാറ്റ് മീൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ലൈറ്റ് ആസ് വെൽ ആസ് ദ ഏരിയ. ഇപ്പൊ നിങ്ങൾ ഒരു വലിയ ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സൺലൈറ്റ് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ സ്ക്വയർ ഷീറ്റിനെ നേരെ വെർട്ടിക്കൽ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലക്സ് സൺലൈറ്റ് ഒന്നും അതിൽ കൂടെ പാസ് ചെയ്യില്ല. ബിക്കോസ് നിങ്ങൾ വെച്ചിരിക്കുന്നത് നേരെ വെർട്ടിക്കൽ ആയിട്ടാണ് നിങ്ങളുടെ സ്ക്വയർ ഷീറ്റ് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, അവിടെ cos theta is 90, theta is 90, that is cos theta is 0. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും മൂന്ന് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഒന്ന്, ദ എമൗണ്ട് ഓഫ് സൺലൈറ്റ്, എമൗണ്ട് ഓഫ് ഏരിയ ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ യുവർ സർഫസ് ആൻഡ് ദ ലൈറ്റ്. ഇതേപോലെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഏരിയ, ഒരു സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സോഴ്സ് അവിടെ ഉണ്ടാവും, സോഴ്സ് ചാർജ് ഉണ്ടാവും. ആ സോഴ്സ് ചാർജ് കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് അതിന്റെ ഫ്ലക്സ് എത്രയാണെന്ന് നോക്കിയാൽ ആ ഫ്ലക്സ് ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ എടുക്കുന്ന ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യും. ബിക്കോസ് നമ്മൾ എടുക്കുന്ന ഏരിയ എത്ര വലുതാണ് എന്ന് ഡിപ്പെൻഡ് ചെയ്യും. രണ്ട്, നമ്മൾ എടുത്ത ഏരിയ ഏത് ആംഗിളിൽ ഓറിയന്റ് ചെയ്തു എന്നുള്ളതും ഡിപ്പെൻഡ് ചെയ്യും. സപ്പോസ് ഇഫ് ഐ കീപ് ദ ഏരിയ വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ, ഇലക്ട്രിക് ഫീൽഡ് ലൈനിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുകയാണെങ്കിൽ ഐ വിൽ ഗെറ്റ് ദ മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ ദാറ്റ് ഏരിയ. അപ്പൊ ആ ഏരിയയിലൂടെ മാക്സിമം ഫീൽഡ് ലൈൻസ് ക്രോസ് ചെയ്യും. അങ്ങനെ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഫ്ലക്സ് കിട്ടുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ തീറ്റ ഇസ് സീറോ. തീറ്റ സീറോ ആകുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഏരിയയുടെ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും സെയിം 0 ഡിഗ്രി ആകുമ്പോഴാണ് ഈ ഫ്ലക്സ് മാക്സിമം ആകുന്നത്, അല്ലെങ്കിൽ കോസ് തീറ്റ 1 ആകുന്നത്. സോ ദിസ് ഇസ് വാട്ട് ഇലക്ട്രിക് ഫ്ലക്സ്. സോ ഈ ഇലക്ട്രിക് ഫ്ലക്സിനെ ചാർജിന് കണക്ട് ചെയ്യുന്ന ഒരു ലോ ആണ് ഗോസസ് ലോ. So this is what how does it works, because electric ഫീൽഡും ഏരിയയും ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഫ്ലക്സ് മാറുന്നതാണ് ഇപ്പൊ പറഞ്ഞത്. ഒരു ഇലക്ട്രിക് ഫ്ലക്സ് യഥാർത്ഥത്തിൽ മാത്തമാറ്റിക്കലി ഇലക്ട്രിക് ഫ്ലക്സ് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുക. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഡോട്ട് ഡി എ, ഇഫ് ഐ ഇന്റഗ്രേറ്റ് ഇറ്റ് ഐ വിൽ ഗെറ്റ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദാറ്റ് ഏരിയ. ഒരു ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ദ ഇന്റഗ്രൽ ഷുഡ് ബി ഇൻ എ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇലക്ട്രിക് ഫീൽഡ് ഡോട്ട് ഡി എ. ഓക്കെ, അപ്പോൾ ഒരു സർഫസ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ ഷുഡ് ഹാവ് 2 ഇന്റഗ്രൽസ്, ഡബിൾ ഇന്റഗ്രൽ. ഒന്ന്
XY ഏരിയ XY സർഫസ് ആണെങ്കിൽ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം, വൈനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ അതിനെയാണ് സർഫസ് ഇന്റഗ്രൽ എന്ന് പറയുന്നത്. ഈ സർഫസ് ഇന്റഗ്രൽ ഒരു ക്ലോസ്ഡ് സർഫസിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇ ഡോട്ട് ഡി എനെ ഒരു ക്ലോസ് സർഫസിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ I will get the flux through the closed surface. അപ്പോൾ ഫ്ലക്സ് പോസിറ്റീവ് ആകുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ഫീൽഡ് ലൈൻസ് ദാറ്റ് ലീവ് ദ എൻക്ലോസ്ഡ് വോളിയം. ഒരു വോളിയം എൻക്ലോസ് ചെയ്ത സർഫസിലൂടെ ഫീൽഡ് ലൈൻസ് പുറത്തു വരികയാണെങ്കിൽ അത് പോസിറ്റീവ് ഫ്ലക്സ് എന്ന് പറയും. അതേസമയത്ത് എൻക്ലോസ്ഡ് വോളിയത്തിലേക്ക് ഫ്ലക്സ് ഫീൽഡ് ലൈൻസ് അകത്ത് കയറുകയാണെങ്കിൽ അതിന് നെഗറ്റീവ് ഫ്ലക്സ് എന്ന് പറയും. അപ്പോൾ നമ്മളുടെ എടുത്ത സർഫസിനുള്ളിൽ ഒരു വോളിയം ഉണ്ട്. ദാറ്റ് മീൻസ് whenever there is a closed surface, എവിടെയൊക്കെ ക്ലോസ് സർഫസ് ഉണ്ടോ അവിടെയെല്ലാം എന്തുണ്ട്? എവിടെയൊക്കെ ക്ലോസ് സർഫസ് ഉണ്ടോ അവിടെയെല്ലാം എന്തുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെ ക്ലോസ് സർഫസ് ഉണ്ടോ അവിടെയൊക്കെ ഒരു എൻക്ലോസ്ഡ് വോളിയം ഉണ്ട്. അപ്പൊ ആ എൻക്ലോസ്ഡ് വോളിയത്തിന് പുറത്ത് നമ്മൾ ചാർജ് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ നെറ്റ് ഫ്ലക്സ് സീറോ ആയിരിക്കും. ഏത് നെറ്റ് ഫ്ലക്സ്? ഈ സർഫസിലൂടെയുള്ള നെറ്റ് ഫ്ലക്സ് സീറോ ആയിരിക്കും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് എത്രത്തോളം ലൈൻസ് ഇതിൽ എൻ്റർ ചെയ്യോ അത്രത്തോളം ലൈൻസ് ഇതിൽ കാരണം ഇതിലേക്കൂടെ എൻ്റർ ചെയ്ത് അതിലേക്കൂടെ പുറത്തു പോകും. നമ്മൾ ഒരു ചാർജിനെ ഈ വോളിയത്തിനുള്ളിൽ വെക്കുകയാണെങ്കിൽ മാത്രമേ ആ എൻക്ലോസ് വോളിയത്തിൽ പുറത്തേക്ക് ഫ്ലക്സ് ഫീൽഡ് ലൈൻസ് പുറത്തു പോവുള്ളൂ, അതായത് ഫ്ലക്സ് പോസിറ്റീവ് ആവുള്ളൂ. അതേസമയത്ത് നമ്മൾ എൻക്ലോസ് വോളിയത്തിനുള്ളിൽ ഒരു നെഗറ്റീവ് ചാർജ് ആണ് വെച്ചതെങ്കിൽ ആ വോളിയത്തിനുള്ളിലേക്ക് ഫീൽഡ് ലൈൻസ് വരും. അപ്പോൾ അതിന്റെ അർത്ഥം ഫ്ലക്സ് നെഗറ്റീവ് ആയിരിക്കും. സോ ദിസ് ഈസ് ഹൗ ദ ഫ്ലക്സ് വിൽ വർക്ക്. ഫ്ലക്സിന്റെ കൺസെപ്റ്റ് ഇതാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഇവിടെ നമ്മൾ 1, 2, 3, 4 സർഫസ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചാർജ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ രണ്ട് എയും ബിയും എന്ന് പറയുന്ന സർഫസുകൾക്ക് മാത്രമേ ഫ്ലക്സ് ഉണ്ടാവുകയുള്ളൂ. കാരണം സിയും ഡിയും എന്ന് പറയുന്ന രണ്ട് ക്ലോസ് സർഫസിനുള്ളിൽ എന്തില്ല? ചാർജ് എൻക്ലോസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഫ്ലക്സ് ഉണ്ടാവില്ല. അതേസമയത്ത് എ എന്ന് പറയുന്ന വലിയ സർഫസിനുള്ളിൽ 2Q എന്ന് പറയുന്ന ചാർജ് എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഫ്ലക്സ് ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗോസസ് ലോ ആണ്. ഗോസസ് ലോ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു ക്ലോസ് സർഫസ് എടുത്താൽ ആ ക്ലോസ് സർഫസിനുള്ളിൽ അഥവാ ഒരു ചാർജ് ഉണ്ടെങ്കിൽ ആ ചാർജിനെ ε0 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, നമ്മൾക്ക് ഫ്ലക്സ് കിട്ടും. നമ്മളല്ലാതെ ഫ്ലക്സ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് ഗോസസ് ലോ പറയുന്നതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ if I just know the charge, what is the charge enclosed in a closed surface, you just have to divide that charge by the ε0. That will give you the total flux through that closed surface. എന്ന് പറഞ്ഞാൽ ഈ mathematically saying the flux phi is equal to Q by ε0. So now what is phi? Phi is nothing but the closed surface integral of E dot dA. So surface integral E dot dA is Q enclosed. Q enclosed means the charge enclosed in the volume, enclosed in the closed surface. ഈ ക്ലോസ് സർഫസിനുള്ളിൽ എത്ര ചാർജ് ഉണ്ടോ ആ ചാർജ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ. ഇപ്പൊ സപ്പോസ് ചാർജ് ഇല്ലെങ്കിൽ വാട്ട് വിൽ ബി ദ ഫ്ലക്സ്? സീറോ. സോ വാട്ട് ഈസ് അഡ്വാൻറ്റേജ് ഓഫ് ഗോസസ് ലോ? നമുക്ക് ഒരു ഇന്റഗ്രേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ എളുപ്പ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ക്ലോസ് സർഫസ് വരയ്ക്കുക, അല്ലെങ്കിൽ വരയ്ക്കാൻ സങ്കല്പിക്കുക. എന്നിട്ട് ആ ക്ലോസ് സർഫസിനുള്ളിൽ ചാർജ് ഉണ്ടോ എന്ന് നോക്കുക. ചാർജ് ഇല്ലെങ്കിൽ ഫ്ലക്സ് ഇല്ല, നെറ്റ് ഫ്ലക്സ് ഇല്ല. ഇനി ചാർജ് ഉണ്ടെങ്കിൽ ആ ചാർജ് എത്രയെന്ന് കണ്ടുപിടിക്കുക. ആ ചാർജിനെ ε0 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആ ക്ലോസ് സർഫസിൽ എത്ര ഫ്ലക്സ് ഉണ്ടെന്ന് കിട്ടും. സോ ദിസ് ഈസ് ഹൗ ഹലോ റാബിയത്തുൽ ബഷരിയ. Okay, this is okay. Is it okay? Okay, sir. This is how we write the mathematical statement of Gauss's law. See, ഇപ്പൊ നമ്മൾ ക്ലോസ് സർഫസിനുള്ളിൽ ഒന്നിൽ കൂടുതൽ ചാർജ് ഉണ്ടെന്ന് സങ്കല്പിക്കുക.
അപ്പൊ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ എല്ലാ ചാർജും കൂടെ കൂട്ടണം. അപ്പോൾ ഒരു 3 ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ സങ്കല്പിച്ച ക്ലോസ് സർഫസിനുള്ളിൽ 3 ചാർജ് ഉണ്ടെങ്കിൽ ആ 3 ചാർജ് കൂടെ കൂട്ടണം. ഇനി അഥവാ ഈ 3 ചാർജിൽ 2 എണ്ണം പോസിറ്റീവും 1 നെഗറ്റീവ് ആണെങ്കിലോ, അത് കൂട്ടണം. ആ നെഗറ്റീവിനെ കുറയ്ക്കണം. 2 പോസിറ്റീവ് കൂട്ടിയിട്ട് നെഗറ്റീവ് കുറയ്ക്കണം. അപ്പൊ നെറ്റ് ചാർജ് ആണ് നമ്മൾക്ക് വേണ്ടത്. അപ്പൊ ഒരു ക്ലോസ് സർഫസ് എടുത്താൽ ആ ക്ലോസ് സർഫസിനുള്ളിൽ നെറ്റ് ചാർജ് എത്രയാണോ ആ നെറ്റ് ചാർജിനെ എപ്സിലോൺ 0 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ഫ്ലക്സ്. അപ്പൊ ഫ്ലക്സ് മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇതെന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് നോക്കാം. ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ഒന്ന് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ, 2 ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഒരു ചാർജ് ഉണ്ട്, ആ ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് എത്ര എന്ന് നമുക്ക് അറിയില്ല. നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും ഗോസസ് ലോ അറിയാമെങ്കിൽ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ചാർജ് ഏത് ടൈപ്പ് ചാർജ് ആണെന്ന് അറിഞ്ഞാൽ മതി. അത് പോയിന്റ് ചാർജ് ആണെങ്കിൽ ഒരു സ്പെറിക്കൽ സർഫസ് സങ്കല്പിക്കുക. ഈ സങ്കല്പിക്കുന്ന സർഫസ് നമ്മൾ പറയുന്ന പേരാണ് ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത്. അതായത് ഗോസ് ലോ ഉപയോഗിക്കാൻ ഞങ്ങൾ സങ്കല്പിക്കുന്ന ക്ലോസ് സർഫസിന് പറയുന്ന പേരാണ് ഗോഷ്യൻ സർഫസ്. ഈ ഗോഷ്യൻ സർഫസ് നമുക്ക് ഇഷ്ടമുള്ളത് സങ്കല്പിക്കുക. ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, അത് ക്ലോസ്ഡ് ആയിരിക്കണം എന്ന് മാത്രമേ കണ്ടീഷൻ. വാട്ട് ഈസ് ക്ലോസ് സർഫസ്? പപ്പടം എന്ന് പറയുന്ന ഒരു ക്ലോസ് സർഫസ് അല്ല, ബിക്കോസ് ദാറ്റ് ഡസൻ എൻക്ലോസ് എനി വോളിയം. അതേസമയം ബലൂൺ, യു ഹാവ് എ ബലൂൺ വിച്ച് ഇസ് ഇൻഫ്ലേറ്റഡ്. ഊതിയ ബലൂൺ ഉണ്ടെങ്കിൽ അതൊരു ക്ലോസ് സർഫസ് ആണ്, ബിക്കോസ് ദാറ്റ് എൻക്ലോസസ് എയർ. ഒരു കുറച്ച് എയർ അതിനുള്ളിൽ നിൽക്കുന്നുണ്ട്. സോ എന്തെങ്കിലും, ഫോർ എക്സാമ്പിൾ ഫുട്ബോൾ ഇസ് എ ക്ലോസ് സർഫസ്. അതേപോലെ എന്തെങ്കിലും ഉള്ളിൽ കുറച്ച് വോളിയം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ക്ലോസ് സർഫസ് എന്ന് പറയും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ക്ലോസ് സർഫസ് എടുക്കാം. യു ക്യാൻ ടേക്ക് എനി ക്ലോസ് സർഫസ്. ദർ ആർ ഇൻഫിനിറ്റ് ക്ലോസ് സർഫസസ്. യു ക്യാൻ ടേക്ക് ഇറഗുലർ സർഫസ്. ബട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ഷുഡ് ടേക്ക് സിമെട്രിക് ക്ലോസ് സർഫസ്. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഏരിയയുടെ ഏരിയ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പറയാണ് ഒരു ചാർജ് ഉണ്ട്, ആ ചാർജ് ഒരു സ്പെറിക്കൽ സർഫസിന്റെ സെന്ററിലാണ് ഇരിക്കുന്നത്. അപ്പൊ ആ സ്പെറിക്കൽ സർഫസിന് നമ്മൾ ഗോഷ്യൻ സർഫസ് ആയിട്ട് നമ്മൾ സങ്കല്പിച്ചാൽ, ആ ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്ന ഒരു സ്പിയർ ആണ്. ആ സ്പിയറിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. ചാർജ്, നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ആ സ്പിയറിന്റെ സെന്ററിലാണ് ചാർജ് ഇരിക്കുന്നതെങ്കിൽ ആ സ്പിയറിന്റെ സർഫസിൽ എല്ലാ സ്ഥലത്തും ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ അത് നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് സ്പിയറിന്റെ സ്പെറിക്കൽ സർഫസിന്റെ ഏരിയ നമുക്കറിയാം. 4πr² ആണ് സ്പെറിക്കൽ സർഫസിന്റെ ഏരിയ. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ഫ്ലക്സ് നമുക്ക് കണ്ടുപിടിക്കാം. ഫ്ലക്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഫ്ലക്സ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ. മൂന്നാമത്തെ പോയിന്റ്, ഇവിടെ ഈ നമ്മുടെ ഗോഷ്യൻ സർഫസിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈനിൽ പോകുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അപ്പൊ cos θ1 ആയി, എന്ന് വെച്ചാൽ θ0 ആണ്. കാരണം ഏരിയ ആ നമ്മുടെ സർഫസിന് എന്താണ്, ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. എന്ന് സർഫസിന്റെ ഏരിയയും പെർപെൻഡിക്കുലർ ആണ്, ഫീൽഡിന്റെ ലൈനിന്റെ ഏരിയ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ രണ്ടുപേരും ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പൊ രണ്ടുപേരും തമ്മിലുള്ള ആംഗിൾ 0 ആണ്. അപ്പൊ cos θ1 ആണ്. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, cos θ പോയി, ബാക്കിയുള്ളത് ഏരിയ നമുക്ക് അറിയാം. ഈ ഏരിയയിലെ എല്ലാ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഏരിയ 4πr² ആണ് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ നമുക്ക് അറിയില്ല, ആണ് കണ്ടുപിടിക്കുക. അപ്പൊ കണ്ടുപിടിക്കാനുള്ളത് കൊണ്ട് ജസ്റ്റ് എന്ന് എഴുതിയാൽ മതി. അപ്പൊ ഇൻറ്റു 4πr² ഈസ് ഈക്വൽ ടു, എളുപ്പത്തിൽ നമുക്ക് പറയാം, ഈ സ്പിയറിനുള്ളിൽ എത്ര ചാർജ് ഉണ്ട്? Q എന്ന് പറയുന്ന ചാർജ് ഉണ്ട്. ആ Q എന്ന് പറയുന്ന ചാർജ് എപ്സിലോൺ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും നോക്കാം. കണ്ടോ, ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ? സി, ഐ ജസ്റ്റ് മൾട്ടിപ്ലൈഡ് സ്പിയറിന്റെ ഏരിയ 4πr² ഈസ് ക്യൂബ്. അപ്പൊ യുടെ വാല്യൂ എന്ത് ചെയ്യും? എന്താണോ അത് താഴേക്ക്, റൈറ്റ് സൈഡിന് താഴേക്ക് പോയാൽ എന്ത് കിട്ടും? മാത്രം ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവും. ആ ലെഫ്റ്റ് സൈഡിലുള്ള എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഏത് പോയിന്റിലാണോ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത്, ആ പോയിന്റിൽ റേഡിയസ് ആയിക്കൊണ്ട് ഒരു സ്പിയർ വരച്ചാൽ മതി. പോയിന്റ് ചാർജ് ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് അറിയേണ്ടത് ചാർജ് ആണ്. ഇത് തന്നെയാണ് കൂളോംസ് ലോയിലൂടെ നമ്മൾ ഒരു പോയിന്റ് ചാർജിന്റെ വാല്യൂ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്തതും.
അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗോസ് ലോ ഉപയോഗിച്ചും നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു മിനിറ്റ്. ഹലോ, 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 കേൾക്കുന്നുണ്ടോ? Yes, sir. Yes, sir. താങ്ക് യു. സോ ഗോസസ് ലോ എന്ന് പറയുന്നത് മോർ ഫണ്ടമെന്റൽ ദാൻ കുളോംസ് ലോ ആണോ? അല്ല. കുളോംസ് ലോ ആണ് ഫണ്ടമെന്റൽ, ഗോസസ് ലോ ഫണ്ടമെന്റൽ അല്ല. ഗോസസ് ലോ എന്ന് പറയുന്നത് ഒരു എളുപ്പ വഴിയാണ്, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴി മാത്രമാണ് ഗോസസ് ലോ. പക്ഷേ ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് കുളോംസ് ലോ തന്നെയാണ്. വൺ ക്യാൻ ഡിറൈവ് ഗോസസ് ലോ ഫോർ ജനറൽ ഈവൻ വെരി നാസ്റ്റി ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഫ്രം കുളോംസ് ലോ. കൂളോംസ് ലോയിൽ നിന്നും നമുക്ക് ഗോസ് ലോ ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ കൂളോംസ് ലോ എന്ന് പറയുന്നത് ഡെഫിനിഷൻ ആണ്, ഡെഫിനിഷൻ ഓഫ് ഫോഴ്സ് ആണ്. പക്ഷെ ഗോസസ് ലോയിൽ നിന്നും ഫോഴ്സിന്റെ ഡെഫിനിഷൻ കിട്ടില്ല, നമുക്ക് കൂളോംസ് ലോ ഡിറൈവ് ചെയ്യാനും പറ്റില്ല. മറിച്ച് കൂളോംസ് ലോ നിന്നും നമുക്ക് ഗോസ് ലോ ഡിറൈവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് കൂളോംസ് ലോ ആണ് ഫണ്ടമെന്റൽ ലോ എന്ന് പറയുന്നത്. ഇത് നമ്മൾ പറഞ്ഞ ഗോസസ് ലോയുടെ ഒരു ഗോസസ് ലോയുടെ മാത്തമാറ്റിക്കൽ ഫോം എന്ന് പറയും. ഗോസസ് ലോ ഈസ് ഓൾവേസ് ട്രൂ, ബട്ട് ഇസ് ഓൺലി യൂസ്ഫുൾ ഫോർ certain very simple problems with great symmetry. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗോസസ് ലോ എപ്പോഴും സത്യമാണ്, പക്ഷെ നമുക്ക് എപ്പോഴാണ് ഉപയോഗിക്കാൻ പറ്റുക വെച്ചാൽ ഒരു സിമെട്രിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സിമെട്രിക്കൽ സർഫസ് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുകയും. അപ്പൊ ഗോസസ് ലോ നമുക്ക് ഉപയോഗപ്പെടുന്ന സന്ദർഭം എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്പെരിക്കൽ ഒരു സർഫസ് കിട്ടണം, ആ സർഫസിലെ എല്ലാ സ്ഥലത്തും ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആയിരിക്കണം, ആ സർഫസിലെ എല്ലാ സ്ഥലത്തും ഇലക്ട്രിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഗോസസ് ലോ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് വലിയ യൂസ് ഒന്നുമില്ല. ഇനി നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ഗോസസ് ലോ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഷീറ്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതുവരെ ഉള്ളത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇതുവരെ ഉള്ളതില് ഹലോ, ഹലോ, Clear ആണ് sir. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ അടുത്തതിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഒരു ഷീറ്റ് എടുക്കുന്നു, ആ ഷീറ്റ് ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ഷീറ്റാണ്, അത് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ആണ്. അതിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് രണ്ട് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഗോഷൻ സിലിണ്ടർ സങ്കല്പിക്കുന്നു. ആ ഗോഷൻ സിലിണ്ടർ സങ്കല്പിക്കുമ്പോൾ ആ ഗോഷൻ സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസിൽ ഫ്ലക്സ് ഒന്നും ഇല്ല, കാരണം ഈ ഫീഡ് ലൈൻ പോകുന്നത് പെർപെൻഡിക്കുലർ ആണ്. പക്ഷെ ഈ കർവ്ഡ് സർഫസിന്റെ ഏരിയ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡും ആ കർവ്ഡിന്റെ ഏരിയയും പെർപെൻഡിക്കുലർ ആണ്. എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്, എന്ന് വെച്ചാൽ തീറ്റ 90 ആയി. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് എന്ന് പറഞ്ഞാൽ വളഞ്ഞ സിലിണ്ടറിന്റെ പൈപ്പ് പോലെ ഇരിക്കുന്ന സർഫസ് സ്ഥലത്ത് ഫ്ലക്സ് ഇല്ല, കാരണം അവിടെ എല്ലാം തീറ്റ 90 ആണ്. കാരണം കോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഫീൽഡ് ലൈൻ പോകുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും ഈ കർവ്ഡ് സർഫസിന്റെ ഡയറക്ഷൻ പോകുന്നത് അതിന് 90 ഡിഗ്രി ആയിട്ടാണ്. കാരണം ഒരു സ്ഥലത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയാണ് ഈ ഫ്ലക്സ് സീറോ ആകുന്നത്. അപ്പൊ ഇവിടെ ആ കൂടി ഫ്ലക്സ് ഉള്ളത് എവിടെ മാത്രമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിലിണ്ടറിന്റെ രണ്ട് അറ്റത്തുള്ള രണ്ട് ഫേസിൽ മാത്രമാണ് ഫ്ലക്സ് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റത്തുള്ള ഫേസുകളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫീൽഡ് ലൈൻ പോകുന്നതും
ഈ അറ്റത്തുള്ള ഫേസുകളിലെ ഡയറക്ഷനും ആ സർഫസിന്റെ ഡയറക്ഷനും സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് ആംഗിൾ 0 ആയിരിക്കും. അപ്പോ അവിടെ കോസ് തീറ്റ 1 ആയിരിക്കും. അപ്പൊ ഫ്ലക്സ് എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ? ഈ അറ്റത്ത്, ഈ സിലിണ്ടറിന്റെ രണ്ട് അറ്റത്തുള്ള ഫേസുകൾ, എൻഡ് ഫേസ് എന്ന് പറയുന്ന എൻഡ് ഫേസുകളിൽ മാത്രമേ ഫ്ലക്സ് ഉണ്ടാവുള്ളൂ. അതേപോലെ ഈ ഷീറ്റിന്റെ ഒരു സൈഡ്, റൈറ്റ് സൈഡിലെ ഫേസിലും ഈ ഷീറ്റിന്റെ ലെഫ്റ്റ് സൈഡിലെ ഫേസിലും മാത്രമേ ഫ്ലക്സ്, എൻഡ് ഫേസിൽ മാത്രമേ ഫ്ലക്സ് ഉണ്ടാവും. അപ്പൊ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത്, രണ്ടാമത്തേത്, ഈ രണ്ട് എൻഡ് ഫേസിലും ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഈ ഷീറ്റിന്റെ പുറത്തുള്ള എല്ലാ സ്ഥലത്തും ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. മാത്രമല്ല ഈ ഫേസിലെ എല്ലാ സ്ഥലത്തും സെയിം പാരലലാണ്, ഇലക്ട്രിക് ഫീൽഡും ആ സർഫസ് ഏരിയയും പാരലലാണ്. അപ്പോ ഈ റൈറ്റ് സൈഡിലെ എൻഡ് ഫേസ് കൊണ്ടുള്ള ഫ്ലക്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇ ഇൻറ്റു എ ഇൻറ്റു കോസ് തീറ്റ ഇസ് 1. സോ ഇ എ. അതേപോലെ ബാക്ക് സൈഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ഫേസ് കൊണ്ടുണ്ടാകുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് ഇ എ ആണ്. അപ്പൊ രണ്ട് സൈഡിലെ ഫ്ലക്സും കൂടെ ചേർത്താൽ 2 ആയിരിക്കും. ആ 2 എന്ന് പറയുന്നതാണ് ഈ ഗോഷ്യൻ സർഫസിന്റെ ടോട്ടൽ ഫ്ലക്സ്. ഇനി അടുത്ത ചോദ്യം, ഈ ഗോഷ്യൻ സർഫസിൽ എത്ര ചാർജ് എൻക്ലോസ് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഈ ഷീറ്റിൽ നമുക്കറിയാം, ഈ ഷീറ്റിൽ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ചാർജ് എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണുള്ളത്. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെന്റിമീറ്റർ സ്ക്വയറിൽ എത്ര ചാർജ് ഉണ്ടെന്നുള്ള, അതാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. അപ്പൊ നമുക്ക് ഈ ഗോഷ്യൻ സർഫസിനുള്ളിൽ എ എന്ന് പറയുന്ന ഏരിയ ആണ് ഈ ഷീറ്റിൽ ഈ ഷീറ്റിനുള്ളിൽ എൻക്ലോസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സിഗ്മ എ എന്ന് പറയുന്ന ചാർജ് ആണ് എന്തുള്ളത്? ഈ ഗോഷ്യൻ സർഫസിനുള്ളിൽ അകപ്പെട്ടിരിക്കുന്ന ചാർജ്. അപ്പൊ സിഗ്മ എ എന്ന് പറയുന്നതാണ് ചാർജ് എൻക്ലോസ്ഡ്. അപ്പൊ സിഗ്മ എ എന്ന് പറയുന്ന ചാർജ് എൻക്ലോസ്ഡ് നമുക്ക് എവിടെ എഴുതണം? സിഗ്മ എ എന്ന് പറയുന്ന ഈ ഗോഷ്യൻ, ഈ പറയുന്ന ഇക്വേഷനിൽ ഈ സ്ഥാനത്ത്, ക്യൂ എൻക്ലോസ്ഡിന്റെ സ്ഥാനത്ത് സിഗ്മ എ എന്ന് എഴുതണം. അതേസമയത്ത് ലെഫ്റ്റ് സൈഡിൽ എന്ന് എഴുതണം? 2 എന്ന് എഴുതണം. കാരണം എന്താ? ടോട്ടൽ ഫ്ലക്സ് നമുക്ക് മനസ്സിലായി. കർവ്ഡ് സർഫസിൽ ഫ്ലക്സ് ഇല്ല, രണ്ട് അറ്റത്തുള്ള സർഫസിൽ മാത്രമേ ഫ്ലക്സ് ഉള്ളൂ. അപ്പൊ ഈ 2 എന്ന് പറയുന്നതാണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. റൈറ്റ് സൈഡിൽ എന്ത് വരും? സിഗ്മ എ എന്ന് വരും. ഇവിടെ എപ്സിലോൺ. അപ്പൊ എയും കട്ടായി പോയാൽ ബാക്കി ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ ഒരു 2 ഉണ്ട്, ആ 2 താഴെ പോകും. സിഗ്മ ബൈ 2 എപ്സിലോൺ 0. അതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്. ഓക്കെ, ക്ലിയർ? സോ ഇതിൽ എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടോ? ഫോർത്ത് സെമ്മിന്റെ? ഓക്കെ ഓക്കെ ഓക്കെ. സോ ഇത് ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോവാല്ലേ? ഓക്കെ, ഇനി ബാക്കിയുള്ളത് നിങ്ങൾ യൂട്യൂബ് വീഡിയോ കണ്ടാൽ മതി. ഞാൻ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് റൂമിൽ 8 യൂട്യൂബ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇന്നലെ 8 യൂട്യൂബ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ആ 8 യൂട്യൂബ് വീഡിയോസ് കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് കവർ ആവും. ഓക്കെ 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 സർ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇനി അടുത്തത് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ്. ദാറ്റ് ഈസ് കറണ്ട് ഇലക്ട്രിസിറ്റി. So current electricity. So the current electricity, the first topic is drift velocity of charges ആണ് first topic. So the first topic is drift velocity of charges. Okay, now we will see what is drift velocity of charges. Okay. Now before that, what we will understand how a current flows in a metal. എങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എന്ന് നോക്കാം. Okay, in the first chapter, all charges, whether free or bound, were considered to be at rest.
നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ചാർജിന് റെസ്റ്റിലാണ് എന്ന് സങ്കല്പിച്ചു. Charge in motion constitute an electric current. Such currents occur naturally in many situations. Lightning is one such phenomena in which charge flows from the clouds to the earth through the atmosphere, sometimes with disastrous results. അതായത് ലൈറ്റ്നിങ് എന്ന് പറഞ്ഞാൽ മിന്നൽ. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ മിന്നൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി മേഘത്തിലെ ചാർജ് ഭൂമിയിലേക്ക് കടക്കുന്നതിനാണ് മിന്നൽ എന്ന് പറയാം. The flow of charges in lightning is not steady, but in our everyday life we see many devices where charges flow in a steady manner, like a water flowing smoothly in a river. നമ്മളുടെ വീട്ടിലുള്ള പല സ്ഥലത്തും ഫാന്, ലൈറ്റിലൊക്കെ മിന്നലിലെ കറണ്ട് പോലെയല്ല. മിന്നലിലും കറണ്ട് പോകുന്നുണ്ട്, പക്ഷെ മിന്നലിലെ കറണ്ട് സ്റ്റഡി കറണ്ട് അല്ല. എന്നുവെച്ചാൽ കൂടുകയും കുറയുകയും ചെയ്യും. പക്ഷെ ഒരു ടോർച്ച് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഫാൻ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ബൾബ് എടുത്തു കഴിഞ്ഞാൽ, അവിടെ എല്ലാം ഒരു സ്റ്റഡി കറണ്ട് ആണ്, അല്ലെങ്കിൽ സ്റ്റഡി കറണ്ട് ആണ്. അല്ലെങ്കിൽ ചില ബാറ്ററി ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ട്, അവിടെ സ്റ്റഡി കറണ്ട് ആണ് പോകുന്നത്. സോ ഇങ്ങനെ സ്റ്റഡി കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡി സി കറണ്ട്, സോറി, ഇവിടെ നമ്മൾ വീട്ടിലെ ഫാൻ കറങ്ങുന്നത് എ സി കറണ്ട് കൊണ്ടാണ്. അവിടെ എക്സാമ്പിൾ അല്ല. സപ്പോസ് ഒരു ബാറ്ററി വെച്ചിട്ട് നമ്മൾ ലൈറ്റ് കത്തിക്കുകയാണെങ്കിൽ അതൊരു സ്റ്റഡി കറണ്ട് ആണ്. സോ നൗ ഒരു സ്റ്റഡി കറണ്ട് എങ്ങനെയാണ് ഒഴുകുന്നത് എന്ന് നോക്കാം. ബേസിക്കലി വൺ തിങ് നമുക്ക് വേണ്ടത് ഒരു ബാറ്ററി വേണം. ബാറ്ററി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാറ്ററി വിൽ ഗിവ് യു ദ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഫോർ ദ ചാർജസ് ടു ഫ്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം സങ്കല്പിക്കുക, ഇമാജിൻ എ സ്മോൾ ഏരിയ നോർമൽ ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ചാർജസ്. ദെൻ both the positive and negative charges may flow forward and backward across the area. അപ്പോൾ ഒരു പ്രത്യേക സമയത്ത് നമുക്കൊരു ടി സമയം കൊണ്ട് ക്യൂ ചാർജ് എന്ത് ചെയ്തു? ഒരു ഏരിയയിലൂടെ ഫോർവേഡ് ഡയറക്ഷനിലേക്ക് പോയി. അതേ സമയത്ത് മൈനസ് ചാർജ് ആ ഏരിയയിലേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയി. ഓക്കെ, the net amount of charge flowing across the area in the forward direction in the time interval t is പോസിറ്റീവ് ചാർജ് മൈനസ് നെഗറ്റീവ് ചാർജ്. അപ്പോൾ സമയം കൂടുന്നതിനനുസരിച്ച് ഈ ചാർജിന്റെ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം, കൂടുതൽ സമയം നമ്മൾ എടുത്ത് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ചാർജ് മുമ്പോട്ട് പോകും, പോസിറ്റീവ് ചാർജ് മുമ്പോട്ട് പോകും, ഒരുപാട് നെഗറ്റീവ് ചാർജ് ബാക്കിലേക്ക് വരും. ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ്. അപ്പോൾ നമ്മൾ എന്താണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര ചാർജ് പോയോ, എത്ര സമയം എടുത്തോ, ആ ചാർജിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് കിട്ടും. അപ്പൊ കറണ്ട് ആർ നോട്ട് ഓൾവേസ് സ്റ്റഡി ആൻഡ് ഹെൻസ് മോർ ജനറലി വി ഡിഫൈൻ ദ കറണ്ട് ആസ് ഫോളോസ്. എല്ലാ സമയത്തും കറണ്ട് സ്റ്റഡി ആയിരിക്കണം എന്നില്ല. അപ്പൊ സ്റ്റഡി ആയ ചെറിയ സമയത്ത് നമ്മൾ കറണ്ട് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു സീറോ, ഡെൽറ്റ ടി സീറോയിലേക്ക് അടുക്കുന്ന ചെറിയ സമയത്ത് എത്ര ചാർജ് പോയോ ആ ചാർജിനെ ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കറണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സ്റ്റഡി കറണ്ട് എന്ന് കഴിഞ്ഞാൽ, എല്ലാ സമയത്തും ഒരേ നമ്പർ ഓഫ് ചാർജസ് ഒഴുകുകയാണെങ്കിൽ മാത്രമാണ് സ്റ്റഡി കറണ്ട് ഉണ്ടാകുന്നത്. സാധാരണ സ്റ്റഡി കറണ്ട് ഒഴുകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു ചെറിയ ഇന്റർവൽ, ടൈം ഇന്റർവൽ എടുത്തുകൊണ്ട് ആ ചെറിയ ടൈം ഇന്റർവെലിനുള്ളിൽ എത്ര ചാർജ് ഒഴുകിയോ ആ ചാർജിനെ ആ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ഇൻസ്റ്റന്റേനിയസ് കറണ്ട് എന്ന് പറയുന്നത്. ഇപ്പോ ഒരു കണ്ടക്ടർ എടുക്കുക കഴിഞ്ഞാണെങ്കിൽ, കണ്ടക്ടർ എന്ന് പറഞ്ഞ ഒരു മെറ്റൽ, അപ്പൊ ആ കണ്ടക്ടറിൽ എന്താണ് ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദ ഇലക്ട്രോൺസ് ആദ്യ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ദ ഇലക്ട്രോൺസ് മൂവ് ഡ്യൂ ടു ദ തെർമൽ മോഷൻ. ടെമ്പറേച്ചർ കൊണ്ട് ഇലക്ട്രോണിന് ഒരു സ്പീഡ് കിട്ടുകയും ആ സ്പീഡ് കൊണ്ട് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുകയും ചെയ്യും. പക്ഷേ അയോൺസ് അല്ലെങ്കിൽ ആറ്റംസ്, പ്രോട്ടോൺസ് എന്ത് ചെയ്യില്ല, മൂവ് ചെയ്യില്ല. അങ്ങനെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? തെർമൽ എനർജി കൊണ്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഒരു അയോണുമായി കൊളൈഡ് ചെയ്യും, കൂട്ടിമുട്ടും. എമർജസ് വിത്ത് ദ സെയിം സ്പീഡ് ആസ് ബിഫോർ ദ കൊളിഷൻ. ആ കൊളൈഡ് ചെയ്തതിനു ശേഷം പിന്നീട് വീണ്ടും സെയിം സ്പീഡിൽ തന്നെ ആ ഇലക്ട്രോൺ ഒഴുകും. പക്ഷേ ദ ഡയറക്ഷൻ ഓഫ് ഇറ്റ്സ് ഇലക്ട്രോൺ വെലോസിറ്റി ഈസ് ഡിഫറെന്റ്.
അപ്പൊ കൊളൈഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ദിശയിലായിരുന്ന ഇലക്ട്രോൺ വേറെ ദിശയിലായിരിക്കും അയോണുമായി കൊളൈഡ് ചെയ്തതിനു ശേഷം പോകുന്നത്. അപ്പൊ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ റാൻഡം മോഷൻ. ദാറ്റ് മീൻസ് ദർ ഈസ് നോ പർട്ടിക്കുലർ ഡയറക്ഷൻ ഫോർ ദ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ ഇലക്ട്രോൺസിന്റെ ഡയറക്ഷൻ ഒരു പർട്ടിക്കുലർ വെലോസിറ്റി ഇല്ല. അത് എന്തുകൊണ്ടെന്ന് ഞാൻ തെർമൽ മോഷൻ കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രോൺസിന്റെ റാൻഡം മോഷൻ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ the number of electrons traveling in any direction will be equal to the number of electrons traveling in the opposite direction. അങ്ങനെ നമുക്കൊരു നെറ്റ് കറണ്ട് ഉണ്ടാവില്ല. ഒരു തെർമൽ മോഷനിൽ നെറ്റ് കറണ്ട് ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഒരു കണ്ടക്ടറിലെ ഒരു അറ്റത്തിലേക്ക് ഒരു പോസിറ്റീവ് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ എഫക്റ്റ് കൊണ്ട് ഒരു ചാർജ് പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. An electric field will be created and is directed from the positive towards the negative charge. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രോൺസ് എല്ലാം ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് ആക്സിലറേറ്റ് ചെയ്യപ്പെടും. എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് കൊണ്ട് ആക്സിലറേറ്റ് ചെയ്യപ്പെടും. അപ്പൊ എന്ത് സംഭവിക്കും? They will thus move to neutralize the charges. The electrons, as long as they are moving, will constitute an electric current. ഈ ഇലക്ട്രോൺസ് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് കറണ്ടിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ദർ വിൽ ബി എ കറണ്ട് ഫോർ എ വെരി ഷോർട്ട് വൈൽ ആൻഡ് നോ കറണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവിടെ ഒരു നെറ്റ് കറണ്ട് ഉണ്ടാവുകയുള്ളൂ. കാരണം ഇലക്ട്രിക് ഫീൽഡ് വിൽ അട്രാക്ട് ദ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതേസമയത്ത് നേരത്തെ ഉള്ളതുപോലെ തെർമൽ മോഷൻ ഉണ്ടെങ്കിൽ പോലും തെർമൽ എനർജിയെക്കാളും കൂടുതൽ എനർജി ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുന്നത് കൊണ്ട് തെർമൽ എനർജിയിൽ നിന്നും ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഈ ഇലക്ട്രോൺസ് നേരെ ഒരേ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, നൗ ഇപ്പൊ നമ്മുടെ സിലബസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺസ്, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ചാർജസ്. വാട്ട് ഇസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് നോക്കാം. സി, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെർമൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെന്ന് സങ്കല്പിക്കുന്നു. അപ്പൊ തെർമൽ എനർജി മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് സംഭവിക്കും? An electron will suffer collision with the heavy fixed ions, but after collision it will emerge with the same speed but in random direction. ഞാൻ പറഞ്ഞു, ഒരു ഇലക്ട്രോൺ ഒരു അയോണിൽ കൊളൈഡ് ചെയ്തു. ആ കൊളൈഡ് ചെയ്തതിന് ശേഷം അതേ സ്പീഡിൽ വേറെ ഡയറക്ഷനിലേക്ക് ഇലക്ട്രോൺ പോകുന്നു. അപ്പൊ ഇഫ് യു കൺസിഡർ ഓൾ ദ ഇലക്ട്രോൺസ്, എല്ലാ ഇലക്ട്രോൺസിനും നമ്മൾ കൺസിഡർ ചെയ്താൽ the average velocity will be 0. If there are n electrons, the velocity of the ith electron, അപ്പൊ നമ്മൾ ഈ ആവറേജ് വെലോസിറ്റി 0 എന്ന് പറയുന്നത് മാത്തമാറ്റിക്കലി എഴുതുന്നത് എങ്ങനെയാണ്? ടോട്ടൽ ബൈ ടോട്ടൽ, അതായത് ടോട്ടൽ വെലോസിറ്റി ബൈ ടോട്ടൽ നമ്പർ വിൽ ഗിവ് യു 0. അതാണ് ആവറേജ് എന്ന് പറയുന്നത്. ടോട്ടൽ എത്ര ഉണ്ടോ അതിനെ എത്ര എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആവറേജ് കിട്ടുക. അപ്പൊ ഇവിടെ ടോട്ടൽ എത്ര വെലോസിറ്റി ഉണ്ടോ ആ അത്രയും വെലോസിറ്റിയെ എത്ര നമ്പർ ഇലക്ട്രോൺസ് ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ഇനി ഞാൻ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇലക്ട്രിക് ഫോഴ്സ്, ഇലക്ട്രോണിന് ചാർജ് എത്രയാണ്? -E ആണ്. ആ -E ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ -E × E എന്ന് പറയുന്ന ഫോഴ്സ് ആ ഇലക്ട്രോൺ ആക്ട് ചെയ്യും. പിന്നെയോ MA എന്ന് പറയുന്നത് ന്യൂട്ടൺസ് ഫോഴ്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. -EE/m എന്ന് പറയുന്ന ആക്സിലറേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ ഇതിൽ ആയിരക്കണക്കിന് ഇലക്ട്രോൺസ് ഉണ്ടാവും. ആയിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് ഇലക്ട്രോൺസ് ഉണ്ടാവും. നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിനെ സങ്കല്പിക്കുന്നു. അപ്പൊ നമുക്കറിയാം ഒരു ഇലക്ട്രോൺ ഒരു സ്പീഡിൽ VI എന്ന് പറഞ്ഞ സ്പീഡിൽ അത് മൂവ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ആ മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തത്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തപ്പോഴത്തേക്കും ആ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുണ്ടായ ആക്സിലറേഷൻ എന്ന് പറയുന്നത് -EE/m. -E ചാർജ്, ഇലക്ട്രോൺ ചാർജ്, ക്യാപിറ്റൽ E എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് /m. ഈ ആക്സിലറേഷൻ ഇതിന് ആക്ട് ചെയ്യുകയും Ti സമയം കൊണ്ട് ഇത്രയും വെലോസിറ്റി, ഇത്രയും എക്സ്ട്രാ വെലോസിറ്റി അതിന് കിട്ടുകയും. കാരണം നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഇൻറ്റു ടൈം. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് ആക്സിലറേഷൻ ഇൻറ്റു ടൈം ഈസ് ദ ഫൈനൽ വെലോസിറ്റി.
സോ ഇനിഷ്യൽ വെലോസിറ്റി വി ഐ ആണെങ്കിൽ ആക്സലറേഷന് ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ വെലോസിറ്റി കിട്ടും. അപ്പോൾ നമുക്ക് ഈ പർട്ടിക്കുലർ ഇലക്ട്രോണിന്റെ ഫൈനൽ വെലോസിറ്റി എത്രയായിരിക്കും? ക്യാപിറ്റൽ വി ഐ എന്ന് പറയുന്നത് സ്മോൾ വി ഐ മൈനസ് ഇ ബൈ എം ഇൻറ്റു ടി ഐ. ദിസ് ഇസ് വാട്ട് ദ വെലോസിറ്റി ആഫ്റ്റർ എ ടൈം ടി. ഓക്കെ, ഇനി ഇതേപോലെ ഇതിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ average velocity of the electrons at time t is the average of all v. ഇപ്പൊ ക്യാപിറ്റൽ വി ഐയുടെ ആവറേജ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്തായിരിക്കും? നേരത്തെ പോലെ 0 ആയിരിക്കില്ല. ദ ആവറേജ് ഓഫ് സ്മോൾ വി ഐ 0. ചെറിയ വി ഐയുടെ ആവറേജ് മാത്രമേ 0 ഉള്ളൂ. കാരണം എന്താണ്? ചെറിയ വി ഐ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത സമയത്ത് തെർമൽ എനർജി കൊണ്ട് മാത്രം ഉണ്ടാകുന്ന വെലോസിറ്റിയാണ് ചെറിയ വി ഐ, സ്മോൾ വി ഐ. പക്ഷെ ക്യാപിറ്റൽ വി ഐ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തതിന് ശേഷം ഇലക്ട്രോണിന്റെ ഫൈനൽ വെലോസിറ്റിയാണ് ക്യാപിറ്റൽ വി ഐ. രണ്ടാമത്, ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് എ റാൻഡം മോഷൻ. ദാറ്റ് ഈസ് കൊളിഷൻ കഴിഞ്ഞതിന് ശേഷം ഏതോ ഡയറക്ഷനിലായിരിക്കും, അല്ലെങ്കിൽ ദ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇസ് കംപ്ലീറ്റ്ലി റാൻഡം. മാത്രമല്ല, ദ കൊളിഷൻസ് ഡു നോട്ട് ഒക്കർ അറ്റ് റെഗുലർ ഇന്റർവൽസ് ബട്ട് റാൻഡം ടൈംസ്. ഈ ഇലക്ട്രോണും അയോണുമായി കൊളൈഡ് ചെയ്യുന്നത് റെഗുലർ പീരീഡിലായിരിക്കില്ല, മറിച്ച് അറ്റ് റാൻഡം ടൈം, പല സമയത്തായിരിക്കും. ഇപ്പൊ നമ്മൾ ഒരു ആവറേജ് ടൈം നമുക്ക് സങ്കല്പിക്കാം. ഈ ടൈമുകൾ, ഈ കൊളിഷന്റെ ഇടയിലുള്ള സമയത്തിന്റെ ആവറേജിനെ ടോ എന്ന് നമ്മൾ വിളിക്കാം. അപ്പൊ നമുക്ക് ഒരു പർട്ടിക്കുലർ സമയം എടുത്തു കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ സമയം നമ്മൾ എടുത്താൽ കുറച്ച് ഇലക്ട്രോൺസ് വുഡ് ഹാവ് സ്പെൻഡ് ടൈം മോർ ദാൻ ടോ and some electrons would have spent less than tau. അപ്പോൾ രണ്ട് കൊളിഷന്റെ ഇടയിൽ ആവറേജ് ടൈം ടോ ആണെങ്കിൽ ചില ഇലക്ട്രോൺസിനെ സംബന്ധിച്ചിടത്തോളം ആ കൊളിഷൻ ടൈം ടോയേക്കാളും കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ the time ti in the equation will be less than tau for some and more for tau for some others. അപ്പോൾ നമ്മൾ n ഇലക്ട്രോൺസ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. അപ്പോൾ കുറച്ച് ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം ടി ഐ എന്ന് പറയുന്നത് ടോയേക്കാളും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ടോയേക്കാളും കുറവായിരിക്കും. ഇനി നമ്മൾ പറയാണ്, ഈ ഇലക്ട്രിക് ഫീൽഡ് ഉള്ള സന്ദർഭത്തിൽ ക്യാപിറ്റൽ വി ഐയുടെ ആവറേജ് എന്ന് പറയുന്നതിനെയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ if we take the average of capital Vi, what is capital Vi? Capital Vi is the velocity of electrons with the presence of electric field. What is small vi? Small vi is the velocity of electrons without the electric field, or this only due to thermal energy. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കുകയും എന്നിട്ട് വെലോസിറ്റിയുടെ എല്ലാ ഇലക്ട്രോണിന്റെ വെലോസിറ്റിയുടെ ആവറേജ് എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുമോ ആ കിട്ടുന്നതിനെയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. സോ ഇവിടെ ഞാൻ നോക്കി, ഫസ്റ്റ് ടേം സ്മോൾ വി ആണ്. ആ സ്മോൾ വിയുടെ ആവറേജ് 0 ആണ്. സെക്കൻഡ് ടേം എന്താണെന്ന് നോക്കാം, ടി ഐയുടെ ആവറേജ് ആണ്. ടി ഐയുടെ ആവറേജ് എന്ന് പറയുന്നത് ടോ ആണ്. ഞാൻ പറഞ്ഞു ദ ടൈം ബിറ്റ്വീൻ ടു കൊളിഷന്റെ ടി ഐ ആണെന്നെങ്കിൽ അതിന്റെ ആവറേജ് ടൈം ടോ ആയിരിക്കും. സോ വാട്ട് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? നത്തിങ്, 0 മൈനസ് E by m tau. Small e is the charge of electron, capital E is the electric field, m is the mass of electron, tau is the average time between collision. So what is the definition of drift velocity? So what is drift velocity? What is the value of drift velocity? How will you define drift velocity? So when you apply an electric field, what we say is the electrons move and undergo collision with ions and move in a particular direction in the presence of electric field. And if there is no electric field, there is no particular direction, there is a random direction. So as a result, with the presence of electric field, the electron experiences an acceleration, and the average velocity of all the electrons in the presence of electric field is called as drift velocity, is given by minus E by m into tau. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഈ ഡ്രിഫ്റ്റിലൂടെ എന്ത് സംഭവിച്ചു? ഇപ്പൊ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തപ്പോഴാണ് ഡ്രിഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്.
അതേസമയത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ ദർ ഇസ് നോ നെറ്റ് ട്രാൻസ്പോർട്ട് ഓഫ് ചാർജസ്. കാരണം എത്ര പോസിറ്റീവ് ചാർജ് ആണോ പോകുന്നത് അത്രയും അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ആണോ ഒരു സ്ഥലത്ത് നിന്ന് പോകുന്നത് അത്രയും ഇലക്ട്രോൺസ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എത്ര ഇലക്ട്രോൺസ് ആണോ പോയത് അത്രയും ഇലക്ട്രോൺസ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരും. അതേസമയത്ത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല. ബിക്കോസ് ദർ ഇസ് എ നെറ്റ് ട്രാൻസ്പോർട്ട് ഓഫ് ചാർജസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചാർജ് നെറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. നേരത്തെയും ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുമെങ്കിലും അവിടെ നെറ്റ് ട്രാൻസ്പോർട്ട് ഇല്ല. ബിക്കോസ് നെറ്റ് ട്രാൻസ്പോർട്ട് ഇസ് സീറോ. ബിക്കോസ് whatever charges move from left to right, that much of electrons move from right to left because of thermal motion. കാരണം അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ഇവിടെ ഈ കേസിലാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് ഒരു നെറ്റ് ട്രാൻസ്പോർട്ട് സംഭവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര കറണ്ട് ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എളുപ്പമാണ്. നമ്മളൊരു ഏരിയ കൺസിഡർ ചെയ്യുക. ആ ഏരിയ പെർപെൻഡിക്കുലർ ആയിരിക്കണം. ആ ഏരിയയുടെ ഇലക്ട്രോൺ പോകുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ഒരു ഏരിയ സങ്കല്പിച്ചു. ആ ഏരിയ ഇലക്ട്രിക് ഫീൽഡിന് പാരലൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ടി സമയം കൊണ്ട് എത്ര ഡിസ്റ്റൻസ് അത് കവർ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഡി ഇൻറ്റു ഡെൽറ്റ ടി. ദാറ്റ് മീൻസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇൻറ്റു. So what is drift velocity? The average of the velocity of all electrons with the presence of electric field. ആ ഡ്രിഫ്റ്റ് വെലോസിറ്റിയെ ഡെൽറ്റ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര ഡിസ്റ്റൻസ് കിട്ടും. അത്രയും ഡിസ്റ്റൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ആ ഡിസ്റ്റൻസിനുള്ളിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അത്ര ഇലക്ട്രോൺസ് ആ ഏരിയയെ ക്രോസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കറിയാം നമ്പർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് വോള്യത്തിൽ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ടൈം ഡെൽറ്റ ടി സമയം കൊണ്ട് ഡെൽറ്റ ടി വി ഡി ഡിസ്റ്റൻസിൽ എത്ര വോളിയം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസിനെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നമുക്ക് വോളിയം കിട്ടും. അപ്പോൾ ഡിസ്റ്റൻസിനെ വോളിയം ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ ടി വി ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്താൽ വാട്ട് ഐ ഗെറ്റ് ഇസ് total volume. So that total volume into the number density will give you the number of electrons crossing an area in a time delta t. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, n ഡെൽറ്റ ടി വി ഡി ഇൻറ്റു എ. അപ്പോൾ ഡെൽറ്റ ടി ഇൻറ്റു വി ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വോളിയമായി, വോളിയമിനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയി. കാരണം നമ്പർ ഡെൻസിറ്റിയെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്പർ കിട്ടും. ഈ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ ചാർജ് കിട്ടും. അപ്പോൾ ദാറ്റ് മീൻസ് ദ ടോട്ടൽ ചാർജ് ഈസ് എൻ ഇ. അപ്പോൾ മൈനസ് എൻ ഇ എ വി ഡി ഡെൽറ്റ ടി കിട്ടും. ഇതിനെ ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കറണ്ട് കിട്ടും. സോ ദ സിമ്പിൾ ഇസ് the current is NAVDE. That is what the current due to the drift velocity. ഇനി ജെ എന്ന് പറയുന്ന കറണ്ട് ഡെൻസിറ്റി വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഡെൻസിറ്റിനെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കറണ്ട് കിട്ടും. അപ്പോൾ കറണ്ടിന് പകരം ജെ ഇൻറ്റു എ എന്ന് ഇടുക. മാത്രമല്ല വി ഡിയുടെ വാല്യൂ നമുക്കറിയാം, ഇ ബൈ എം എന്ന് നമുക്കറിയാം വി ഡിയുടെ വാല്യൂ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബാക്കി എൻ എ വി ഇയിൽ ഈ വാല്യൂസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ജെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. എൻ ഇ സ്ക്വയർ ബൈ എം ഇൻറ്റു ടോ ഇ എന്ന് പറയുന്ന വാല്യൂ ആണ് കറണ്ട് ഡെൻസിറ്റിക്ക് ഉള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഡ്രിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? Drift velocity, is it clear? Hello? Hello? Okay. നിങ്ങൾ ഇനി എത്ര മണി വരെയാണുള്ളത്? എത്ര മണി വരെയാണ് നിങ്ങൾക്ക് ഫ്രീ ഉള്ളത്? ഹലോ, കേൾക്കുന്നില്ലേ?
ഹലോ, ഇത് ഇനി കണ്ടിന്യൂ ചെയ്യണോ? അല്ല, ഇനി കണ്ടിന്യൂ ചെയ്യണോ ഇവിടെ നിർത്തണോ എന്ന് ചോദിക്കാം. ഹലോ, പറയ്, പെട്ടെന്ന് പറയ്. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാം. സോ നൗ ഐ വിൽ കണ്ടിന്യൂ. ഞാൻ ഇതിന്റെ യൂട്യൂബ് വീഡിയോ അയച്ചെന്നാ പോരെ? ഓക്കെ 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 Yes, sir. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിന്റെ യൂട്യൂബ് വീഡിയോസ് നിങ്ങൾ ഇന്ന് തന്നെ കാണണം കേട്ടോ. 8 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബാക്കി ഇതിന്റെ ഈ സെക്കൻഡ് ചാപ്റ്ററിന്റെ ബാക്കി വീഡിയോസ് ഇന്ന് തന്നെ ഇടും. ഓക്കെ, ഇനി ഒരു ചാപ്റ്ററും കൂടെ നാളെ ഇടാം. ഓക്കെ, അപ്പൊ നാളെ കൊണ്ട് തീരും കേട്ടോ. നമ്മളെ പോർഷൻസ് നാളെ കൊണ്ട് തീരും കേട്ടോ. ഓക്കെ, അപ്പൊ Okay, sir. നിങ്ങളുടെ തേർഡ് സെം എക്സാം ഒക്കെ എളുപ്പമായിരുന്നോ? Okay, sir. തേർഡ് സെം ഒക്കെ എളുപ്പമായിരുന്നോ? ഹലോ, പിന്നെ ഹലോ, കുഴപ്പമില്ലല്ലേ? ശരി ശരി. അവിടെ എങ്ങനെ? ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങള് ഈ പരീക്ഷ എന്നാന്ന് അറിയില്ല അല്ലേ? അപ്പൊ നമ്മള് ഒരു കാര്യം ചെയ്യാം. ഹലോ, എന്നാ അറിയില്ല സാറേ. ആ, അപ്പൊ എന്തായാലും പരീക്ഷയ്ക്ക് മുമ്പ് തീർക്കാം കേട്ടോ. അതുപോലെ സെക്കൻഡ് സെം തീരാനുണ്ട്. വെക്കാം. ശരി എന്നാ. അപ്പൊ ഞാനൊരു കാര്യം, ഇന്ന് ഇനി പിന്നെ ഓൺലൈൻ ക്ലാസ് ഇനി ഇന്ന് രാത്രി ഒരെണ്ണം കൂടെ വെച്ചാലോ? നിങ്ങൾ വൈകിട്ട് ഫ്രീ ആവൂലേ? രാവിലെ വെക്കാം സർ, നാളെ. നാളെ രാവിലെയാ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ശരി എന്നാ. ഓക്കെ. താങ്ക് യു സർ. അപ്പൊ ഈ സെക്കൻഡ് ചാപ്റ്ററിന്റെ ബാക്കി യൂട്യൂബിൽ ഇടാം കേട്ടോ. ശരി.